എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസം മുതൽ പാചകവാതക LPG ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. എല്ലാ മാസങ്ങളുടെയും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ പാചകവാതക സിലിണ്ടറിൻ്റെ വില പുനഃക്രമീകരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം 1-ാം തീയതിയിലും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിലും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരാശ്വാസമാണ്. ഒരു സിലിണ്ടറിന് 51.50 പൈസയാണ് കമ്പനികൾ കുറച്ചിരിക്കുന്നത്. പുതിയ വില സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഹോട്ടലുകളുടെയും ഹോസ്റ്റലുകളുടെയൊക്കെ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയാണ് കുറച്ചിരിക്കുന്നത്. അതേസമയം 14.2 കിലോഗ്രാമിൻ്റെ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല. അടുത്ത അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ്. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ച് നൽകുന്നതിന് ദൂരം അനുസരിച്ചുള്ള നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ച് നൽകുന്നതിന് യാതൊരു ചാർജും ഈടാക്കുവാൻ പാടില്ല. അതിൽ ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഗ്യാസ് ഏജൻസിയിൽ നിന്ന് 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും 20 കിലോമീറ്ററിന് മുകളിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള തുകകൾ അത് ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബിൽ നൽകണമെന്ന നിർബന്ധമുണ്ട്. ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ പാടില്ല എന്നതാണ് ചട്ടം. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ ഉപഭോക്താവിന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ്. അതുപോലെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് ഗ്യാസ് ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് പകർത്തി കരിഞ്ചന്തകളിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്ക് വരാറുണ്ട്. വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ അളവ് കുറവാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ സിലിണ്ടർ നിങ്ങൾക്ക് തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഗ്യാസ് വിതരണം ചെയ്യുന്ന വാഹനത്തിൽ ഗ്യാസ് തൂക്കി നോക്കുവാനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ചട്ടപ്രകാരം നിലവിൽ നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് 29.5 കിലോഗ്രാം തൂക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ 14.2 കിലോഗ്രാം പാചകവാതകവും 15.3 കിലോഗ്രാം സിലിണ്ടറിൻ്റെ ഭാരവുമായിരിക്കുന്നതാണ്. സിലിണ്ടർ തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ നോക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ്. അടുത്തത് ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. പൊതുവിഭാഗത്തിലുള്ളതും 2 രീതിയിലാണ് സബ്സിഡി നിലവിലിപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത്. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്കുള്ള 300 രൂപ സബ്സിഡി തുടരുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം 2025-26 വർഷത്തേക്ക് PM ഗുണഭോക്താക്കൾക്ക് 14.2 കിലോഗ്രാം സിലിണ്ടറിന് 300 രൂപ സബ്സിഡി നൽകുന്നതാണ്. പ്രതിവർഷം 9 സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുന്നത്. മൊത്തത്തിൽ എല്ലാ ഉപഭോക്താക്കൾക്കുമായിട്ട് സബ്സിഡി ഇനത്തിൽ 12,000 കോടി രൂപ മാറ്റിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷനും ലഭിക്കുന്നതാണ്. ഉജ്ജൽ യോജനയുടെ 2.0 നിലവിലുള്ള രീതികൾ അനുസരിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ സിലിണ്ടറും സ്റ്റൗവും സൗജന്യമായിട്ട് നൽകുന്നതാണ്. ഇതിന് ഉപഭോക്താവിൽ നിന്ന് യാതൊരു പൈസയും ഈടാക്കുന്നതല്ല. 2022 PM ഉപഭോക്താക്കൾക്ക് പ്രതിവർഷം 12 സിലിണ്ടറുകൾ അനുവദിക്കുകയും 14.2 കിലോഗ്രാം സിലിണ്ടറിന് 200 രൂപ സബ്സിഡി നൽകുകയും ചെയ്തിരുന്നു. 2023 ഇത് 300 രൂപയായിട്ട് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ 10 കോടിയോളം വരുന്ന ഉജ്ജൽ യോജന സ്കീമിൽപ്പെട്ടവർക്ക് സിലിണ്ടറിന് 300 രൂപ സബ്സിഡി ആയിട്ട് അക്കൗണ്ടിൽ എത്തുന്നതാണ്. പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടറിൽ സബ്സിഡി അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തുന്നതല്ല. ലോക വിപണിയിൽ LPG ഗ്യാസ് വില കൂടുമ്പോഴും രാജ്യത്ത് വീടുകളിലേക്കുള്ള പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിക്കാതെ നൽകുന്നത് മൂലം എണ്ണ വിതരണ കമ്പനികൾക്ക് വരുന്ന നഷ്ടം കേന്ദ്ര സർക്കാരാണ് നേരിട്ട് നൽകുന്നത്. രാജ്യത്തെ 3 പൊതുമേഖല എണ്ണ കമ്പനികൾക്കാണ് സർക്കാർ ഇപ്പോൾ ഗ്യാസ് സബ്സിഡി തുക കൈമാറുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിലയിൽ മാറ്റങ്ങൾ വരാതിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.